ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അമ്പാടൻ ബ്ലോഗ്സ്. ഞാൻ നിങ്ങളെ സ്വന്തം അമ്പാടൻ. അപ്പോൾ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ രാവിലെ ക്യാമറയും തൂക്കി ഇറങ്ങിയതാണ് നിങ്ങളെയും കൂടെ ഈ കത്തീഡ്രൽ ഒന്ന് കാണിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതാണ് ഫ്രാൻസിലെ റുവനിലുള്ള റുവൻ കത്തീഡ്രൽ. ഏകദേശം ഒരു 800 വർഷത്തെ ചരിത്രം പറയാനായി ബാക്കി വെച്ചിരിക്കുന്ന, വെറും ചരിത്രമല്ല കേട്ടോ, വൈക്കിങ്സിൻ്റെ അടക്കം ചരിത്രം പറയാനായി ബാക്കി വെച്ചിരിക്കുന്ന, അവരുടെ ഒരുപാട് ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്ന ഒരു കത്തീഡ്രൽ. അതാണ് ഫ്രാൻസിലെ റുവനിലുള്ള റുവൻ കത്തീഡ്രൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അധികം സമയം കളയേണ്ട, അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. വാ, സോറി, അകത്തല്ല, ആദ്യം പുറത്തേക്ക് കണ്ടിട്ട് വേണ്ട അകത്തേക്ക് പോകാൻ. അപ്പോൾ പുറത്തേക്ക് കാണാം. ഈ കത്തീഡ്രൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ ഈ ഇവിടെയുള്ള കൊത്തുപണികൾ. ഇപ്പം ഞങ്ങൾ തന്നെയാലും ഒരുപാട് തവണ ഈ കത്തീഡ്രൽ കണ്ടു എന്ന് പറഞ്ഞാൽ പോലെ നമ്മൾ എപ്പോൾ ഇതിൻ്റെ അടുത്തൂടെ പോകുമ്പോഴും വന്നൊന്ന് നോക്കി നിന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും പിന്നെ ഇതിലിവർ ചെയ്തു വെച്ചിരിക്കുന്ന ഈ കാണുന്ന കൊത്തുപണികളാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ശരിക്കും അതിശയിച്ചു പോകും. ഈ ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ സ്കിൽഫുള്ളായിട്ട് ഇത്രയും നല്ല സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. കാരണം ഓരോ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊത്തുപണികളിലൊക്കെ ഇന്നും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഇത് കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ട് ഇപ്പോൾ ഓരോരുത്തരൊക്കെ വന്ന് ഇരുന്ന് കാണുവാണ് മണിക്കൂറുകളായിട്ട്. പിന്നെ ആ അവിടെ ലെൻസ് വെച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഒരുപാട് ശില്പങ്ങൾ കണ്ടു. അപ്പോൾ അതൊക്കെ അടുത്ത് കാണാനായിട്ട് അവിടെ 2 ലെൻസുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ആ സ്കോപ്പിൽ കൂടെ കുറച്ചുകൂടെ അടുത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ക്രിസ്ത്യാനിറ്റിയുടെ ബേസിലുള്ള ഒരുപാട് ശില്പങ്ങൾ അവരത് ആ ഒരു സിംഗിൾ കല്ലാണ്, ആ ഒരു ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ കല്ലാണ് ഇത് മുഴുവൻ കൊത്തി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് ബിഷപ്പുമാരുടെയും ശില്പങ്ങളുണ്ട്. അപ്പോൾ ഈ പള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ 3 ഫ്രണ്ട് ഗേറ്റ് ആണുള്ളത്. ഒന്ന് ആനവാതിൽ, പിന്നെ ഈ ചെറിയ വാതിലൂടെ നമുക്ക് അകത്തോട്ട് കയറാം. മറ്റേ വാതിൽ എപ്പോഴും തുറക്കത്തില്ല. അപ്പം നമുക്കൊരു 800 വർഷത്തെ ചരിത്രത്തിനകത്തോട്ട് കയറിപ്പോം. വാ, ഇതാണ് തടിയുടെ വാതിൽ. സാധനം തുറക്കുന്നില്ലല്ലോ, ഇനിയും ഉണ്ടോ വാതിൽ? ഓക്കെ 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 അങ്ങനെ ഇതാണ് കത്തീഡ്രലിൻ്റെ അകത്തെ കാഴ്ചകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കങ്ങ് കണ്ടു തുടങ്ങാം. വാ, ഇതാണ് ആനവാതിൽ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വാതിൽ ആണ് ഈ ഒരു ചർച്ചിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. ഈ വാതിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ വന്ന സമയത്ത് ഞങ്ങളുടെ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതൊക്കെ അന്ന്, അതായത് ഈ പള്ളി പണിയുന്ന ടൈമിലുള്ള വാതിലുകൾ തന്നെയാണ്. അതിന് കുറേ ഡാമേജ് ഒക്കെ പറ്റിയെന്ന് പറഞ്ഞാലും ചെറിയ റീകൺസ്ട്രക്ഷൻസൊക്കെ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അത് ആ ഒരു ഡോർ മൊത്തത്തിലൊന്നും മാറ്റിയിട്ടില്ല. ഈ പൂട്ടും കാര്യങ്ങളും എല്ലാം പഴയ ആ ഒരു സ്ട്രക്ചർ തന്നെ, ആ ഒരു പഴയ സാധനങ്ങൾ തന്നെയാണ് ഇന്നും യൂസ് ചെയ്യുന്നത്. ഈ ഡോർ അങ്ങനെ എന്നും തുറക്കത്തില്ല. അവർ ഈ സെലിബ്രേഷൻസ് ഒക്കെ ആയിട്ടുള്ള ടൈമിൽ മാത്രമേ ഈ ഒരു മെയിൻ ആനവാതിൽ എന്നാണ് പറയുന്നത്, ആ ഒരു വാതിൽ തുറക്കത്തുള്ളൂ. ബാക്കി 2 ചെറിയ ഡോറുമാണ് മെയിനായിട്ട് എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റുവൻ കത്തീഡ്രൽ ഏറ്റവും ഫ്രണ്ട് വരെയുള്ള ഒരു സിംഗിൾ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ തൂണൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം വലിപ്പം മൊത്തത്തിൽ ഈ ഒരു പള്ളിക്ക് കാണും എന്നുള്ളത്. ഇതിൻ്റെ ടവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാരണം ഞങ്ങൾക്ക് ഞാൻ യൂട്യൂബിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് ഒരുപാട് ന്യൂസും കണ്ടിട്ടുണ്ട്. ഈ പള്ളി ഈ 2020 21 കണ്ട് എന്തോ തീപിടുത്തമൊക്കെ ഉണ്ടായിട്ട് ചെറിയതിൻ്റെ ഏറ്റവും വലിയ ടവറൊക്കെ ചെറിയൊരു ഡാമേജ് ഒക്കെ വരികയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ ഇവിടെ ഇതിൽ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഓവർകം ചെയ്തു വന്നൊരു ചർച്ചാണിത്. ഈ ഒരു ഗോപുരം എന്ന് പറയുന്നത് ഈ സെലിബ്രേഷൻസിൻ്റെ ഒക്കെ ടൈമിൽ അവിടുത്തെ ഈ അച്ഛന്മാരൊക്കെ കയറി നിന്ന് ചെറുതായിട്ട് സംസാരിക്കുന്നതാണ്. അതിൻ്റെ മുകളിലൊരു ക്ലോക്ക് ഉണ്ട്. ഫുൾ തടിയിലാണ് കേട്ടോ, ഫുൾ സിംഗിൾ തടിയിലാണ് അവരത് മുഴുവൻ ചെയ്ത് തീർത്തിരിക്കുന്നത്. പിന്നെ ചർച്ചിലായിരുന്നു, ചർച്ച് ഫുൾ വേക്കൻ്റ് ആണ്, അങ്ങനെ ആരും വരില്ല. ഇടയ്ക്കൊക്കെ ചെറിയ ടൂറിസ്റ്റേഴ്സും പിന്നെ നമ്മളെപ്പോലുള്ളവർ വന്ന് പോകുന്നേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ പള്ളിയുടെ അൽത്താര. ഫുൾ ഒരു ഗോൾഡൻ പ്ലേറ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് എല്ലാം വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നല്ലൊരു ഭംഗിയുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് തവണ ഞങ്ങൾ കണ്ടതാണ്. എന്നാലും നമ്മൾ വരുമ്പോൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. ഈ കാണുന്നതൊക്കെ എന്ന് പറയുന്ന ഒരു പഴയകാല സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ, ഈ ലൈറ്റൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റാണ്, പള്ളിക്കകത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇവരുടെ ഈ ജനലുകൾ, ഈ ഗ്ലാസ്സുകളൊക്കെ നിർമ്മിക്കും അവർ. അതിലൊരു പ്രിൻ്റാണ് ചെയ്തത്. അതായത് ഈ ക്രിസ്ത്യാനിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് നമുക്കറിയാമല്ലോ. അപ്പം ഈശോയുടെയും മാതാവിൻ്റെയൊക്കെ കഥകളൊക്കെ പറയുന്ന ഒരുപാട് പ്രിൻറ്റുകൾ അതിനകത്ത്. അങ്ങനെയാണ് അവിടെയുള്ള ഒട്ടുമിക്ക ജനലുകൾ. പിന്നെ നമുക്ക് മുന്നോട്ട് വീഡിയോസിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് പള്ളിയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള. അപ്പോൾ ഈ ഒരു ഇത് കാണാൻ നമുക്കറിയാമോ ഈ പള്ളിക്ക് എന്തുമാത്രം ഹൈറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ. വാ, ഇനി നമുക്ക് അടുത്ത സൈഡിലോട്ട് പോകാം. അപ്പോൾ ഇത് ചർച്ചിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡായിട്ട് വരും. അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് അതിലേക്ക് കയറി പോകാൻ വേണ്ടി പറ്റില്ല, കാരണം അത് ക്ലോസ് ആണ്. അപ്പോൾ ഈ സൈഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി നമുക്ക് ഈ കണ്ട അൽത്താരയുടെ ബാക്ക് സൈഡിലൂടെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ജസ്റ്റ് ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. വാ, അപ്പോൾ ഇതാണ് അൽത്താരയുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഉള്ളൊരു വ്യൂ. ഇതിലേ ഒരു ഡോറുണ്ട് കേട്ടോ, പക്ഷേ ഈ ഡോറൊന്നും എപ്പോഴും അങ്ങനെ തുറക്കത്തില്ല, വല്ലപ്പോഴും മാത്രം ഓപ്പൺ ആക്കി വെക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, കാരണം മെയിനായിട്ടുള്ളതെന്ന് പറയുമ്പോഴേക്കും ആ ഫ്രണ്ടിൽ നമ്മൾ കണ്ട 3 ഡോറാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ഗേറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ടൂറിസ്റ്റേഴ്സ് വരുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 10 മണിക്ക് ശേഷം വരുമ്പോഴാണ് ഈ ഒരു ഗേറ്റൊക്കെ അവർ ഓപ്പൺ ചെയ്തോളൂ. അല്ലാത്ത സമയത്ത് രാവിലെ അത് ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ സൈഡിലും ഓരോ രൂപങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ ഫ്രണ്ടിലോട്ട് പോകും. ഇത് ഈ ഒരു കത്തീഡ്രലിൻ്റെ ഫുള്ളൊരു സ്ട്രക്ചറിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഒക്കെയാണ് അവർ മെൻഷൻ ചെയ്തത്. എത്രമാത്രം ഹൈറ്റ് കാര്യങ്ങൾ, ആ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ട്, ഫുൾ ഏരിയ. ഇതൊക്കെ പഴയകാല ഫോട്ടോസ് അവർ കൃത്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഓരോ ബിഷപ്പുമാരുടെയും അതുപോലെ തന്നെ ഈ വിശുദ്ധന്മാരുടെയൊക്കെ
ഈ കല്ലിൽ കൊത്തി തീർത്ത ഒരു രൂപങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ്, ആരാണ് ഉണ്ടാക്കിയെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ പഴയകാല സ്ട്രക്ചറുള്ള ഒരു ഫോട്ടോസാണ് കത്തീഡ്രലിൻ്റെ. ഇതാണ് ആ രൂപങ്ങൾ അവരുണ്ടാക്കിയതൊക്കെ. ഉണ്ടാക്കിയ വർഷങ്ങളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഇവിടെ ഒരുപാട്, ഈ പള്ളിയിൽ ഒരുപാട് പേരുടെ ഈ ശവകുടീരങ്ങൾ ഉണ്ട്. ഒരുപാട് പഴയ രാജാക്കന്മാരുടെ, അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ബിഷപ്പുമാർ, അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ശവകുടീരങ്ങൾ ഇന്നും പള്ളിക്കകത്ത് ഈ റുവൻ കത്തീഡ്രലിനകത്തുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം, ഞാൻ പറയാതെ. ഇതാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ബിഷപ്പുമാർ, പിന്നെ അതുപോലെ ഈ വിശുദ്ധന്മാരായിട്ടുള്ള ഈശോയുടെ ശിഷ്യന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ രൂപങ്ങൾ അവിടെ ഇവിടെ കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. ഓക്കെ, ഓരോ പെയിൻറ്റിങ്സും ശില്പങ്ങളുമാണിത്. ഇതിങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഇവിടെ എല്ലാം ഓരോ സൈഡിലുമായിട്ട് ഇങ്ങനെ ഓരോ രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ മാതാവിൻ്റെയും അതുപോലെ ഔസേപ്പ് പിതാവ്, ഉണ്ണീശോ, ഇതുപോലെ മറ്റൊരു രാജാവിൻ്റെ ഒരു ശവകുടീരമാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇത് അൽത്താരയുടെ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുന്നത്, ഏറ്റവും ഫ്രണ്ടിലായിട്ടുള്ളതാണ് അൽത്താരയുടേത്. അപ്പോൾ ഇവിടെ ചെറിയ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഈ കാണുന്ന ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഇങ്ങനൊരു, നമുക്കറിയാലോ ചെറിയ ഓരോ പള്ളിയുടെ സൈഡിൽ ചെറുതായിട്ടുള്ളൊരു രൂപങ്ങളൊക്കെ വെക്കുന്നൊരു സൈഡുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ചർച്ചിൽ നമുക്ക് റുവൻ കത്തീഡ്രലിൻ്റെ ഓൾമോസ്റ്റ് ഫുൾ ഒരു യു ഷേപ്പിൽ ഫുൾ അവർ ഇതുപോലെ ഓരോന്നുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇവർ കല്ലിൽ തീർത്ത ഓരോ ശില്പങ്ങളാണ്. നമുക്കിതിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം പഴയ ആൾക്കാർ, ഇന്നത്തേക്കാൾ എന്തുമാത്രം സ്കില്ലുണ്ടായിരുന്നു പഴയ ആൾക്കാർക്ക്. നമുക്ക് അത് ആ ഒരു കാലങ്ങളിൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതും ഇതുപോലൊരു ആളെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. എനിക്കതൊരു ബിഷപ്പാണെന്ന് തോന്നുന്നു. ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഈ കേൾവി ശക്തി ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ കുർബാന അർപ്പിക്കുന്നത് ഈ ഒരു സ്പേസിലാണ്. അപ്പോൾ അവർക്കിതൊരു മനസ്സിലാക്കാനായിട്ട് എന്തോ ഒരു സിസ്റ്റം അവർ ആ ഏറ്റവും ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ആ ബോർഡിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് ഇതുപോലെ തന്നെയാണ് ഒരുപാട്, ഇതൊക്കെ ബിഷപ്പുമാരാണ്. പിന്നെ നേരത്തെ റുവനിലുണ്ടായിരുന്ന ബിഷപ്പുമാരുടെയാണ്. ചില പ്രതിമകളൊക്കെ നമുക്ക് കാണാം തകർന്നു പോയിട്ടുണ്ട്. ഏറ്റവും ടോപ്പാണ്, ഏറ്റവും ടോപ്പിലോട്ടൊക്കെ നമുക്ക് നോക്കുമ്പോൾ അവർ ഓരോ പില്ലറൊക്കെ എന്തുമാത്രം വലിപ്പമുണ്ടെന്ന് കൃത്യം. ഓക്കെ, അതാണ് അന്നത്തെ കാലത്തെ ആ ഒരു ബിൽഡെന്ന് പറയുന്നത്. ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ ഓരോ വിശുദ്ധന്മാരുടെയും ശിഷ്യന്മാരുടെയൊക്കെ ഒരു രൂപങ്ങളാണ് മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെയും ഇതുപോലൊരു രാജാവിൻ്റെ ഒരു ശവകുടീരമുണ്ട്. ഇതെല്ലാം ഈ ഓരോ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെയും ഓരോ കാര്യങ്ങളാണ്. പിന്നെ ഇനി അടുത്ത വരാൻ പോകുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളത്, ഇന്നും ഇവിടെ ബാക്കിയിരിക്കുന്നത്. റുവൻ കത്തീഡ്രലിൽ കൂടുതൽ ആൾക്കാർ, ഇപ്പം നമ്മളൊക്കെ പോലെ സ്റ്റുഡൻസൊക്കെ ഒരുപാട് വരുമ്പോൾ മെയിനായിട്ട് കത്തീഡ്രലിൽ വന്ന് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊന്ന് കണ്ടിട്ട് പോവാം. അതുമാത്രമല്ല, ഇതിനകത്തൊരു വാളും കൂടി ഇരിപ്പുണ്ട്. അത് അവിടുത്തെ ഉണ്ടായിരുന്ന, ഈ റുവനിലുണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ വാളാണ് ആ വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാം അത്. ഓക്കെ, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ആ ഒരു ഇത്. യെസ്, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഇങ്ങനെ ഓരോ ശിഷ്യന്മാരുടെ രൂപങ്ങളാണ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിങ് റോളോയുടെ, നമുക്കറിയാം വൈക്കിങ്സിൻ്റെ മൂവീസൊക്കെ കണ്ടവർക്ക് അറിയാം റോളോ ആരാന്നുള്ളത്. ഫ്രാൻസിലേക്ക് അദ്ദേഹം വരുന്നു, പിന്നീട് ഫ്രാൻസിൻ്റെ രാജാവായിട്ട് മാറുന്നു. ആ റോളോയുടെ ശവകുടീരമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അതാണിത്, ദ കിങ് റോളോ, അദ്ദേഹത്തിൻ്റെ ശവകുടീരമാണ്. ഇപ്പം നമുക്കിനി അടുത്തൊരു സൈഡിലോട്ട് പോകാം. ഇതേ ഇവിടെയാണ് നമുക്ക് ഈ രാജാവിൻ്റെ വാള്, പഴയകാല ആ വാളിൻ്റെ ആ ഒരു ഇതെന്താ നമുക്ക് കാണാം കൃത്യം. അത് അവരിന്നും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അടുത്തോടൊന്നും പോകാൻ പറ്റില്ല, നമുക്ക് സൂം ചെയ്ത് വേണമെങ്കിൽ കാണാം. സെറ്റല്ലേ സംഭവം? അതാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ വരുന്നത്. ഞങ്ങൾ പിന്നെയും വരുന്ന ഈ ഒരു വാള് കണ്ടിട്ട് പോകാമല്ലോ എന്നുള്ള ഇതിലാണ് വരുന്നത്. ഇതിനകത്തും വേറൊരാളൊരു, അതൊരു ബിഷപ്പാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ശവകുടീരമാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ്, ഇവിടെയും നമുക്കൊരു ഇതുണ്ട്. അടുത്തൊരു സൈഡിലേക്ക് പോകാം. ഇപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഒരു മാതാവിൻ്റെ ഇതാണ്. അപ്പം അവരൊരു ഇരുന്ന് പ്രാർത്ഥിക്കണത്തുണ്ടോ. ഇതാണ് ഈ പള്ളിയുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ ഗ്ലാസ് പ്രിൻസ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ക്രിസ്ത്യാനിറ്റി ബേസ് ചെയ്തുള്ള ഓരോ കഥകളുണ്ടല്ലോ. അപ്പോൾ ഈ ഈശോയും ശിഷ്യന്മാരും അങ്ങനെയുള്ള ഓരോ പ്രിൻറ്റുകളാണ് കൃത്യമായിട്ട്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. കാരണം എല്ലാ സൈഡിലും ഇതുപോലുള്ള ഗ്ലാസ്സുകൾ വരുന്നിടത്ത് എല്ലാം അവർ ഈ ഒരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതും നമ്മൾ ആ ഒരു ടൈമിൽ കാണുമ്പോൾ നല്ല രസമാണ്. നല്ല വെട്ടമുള്ള സമയത്ത് കാണുമ്പോഴേക്കും ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട് ഈ പഴയകാല. അതെല്ലാം കൂടുതലും വാട്ടർ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. ഇതൊരു ഓരോ സൈഡിലും അവരിതുണ്ട്. ഈശോയുടെ ഇതൊരു പെയിൻറ്റിംഗ് ആണ്. പിന്നെ ഒരു ബലിപീഠം പോലെ
പിന്നെ ഈ വിശുദ്ധമാർക്ക് വേണ്ടിയിട്ടൊക്കെ അവരിങ്ങനെ ഓരോ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ടർ പെയിൻറ്റ്സ് ആണ് കൂടുതലും ഉള്ളത്. നമുക്ക് അവിടെ ബോർഡുകളും വെച്ചിട്ടുണ്ട് എത്രമാത്രം വർഷം പഴക്കമുണ്ട് ഈ പെയിൻറ്റിങ്സിനുള്ളത്. എല്ലാം അവർ കല്ലിൽ തന്നെ കൊത്തി തീർത്തേക്കുന്നതാണ്. അതൊരു സിംഗിൾ കല്ലിൽ കൊത്തി തീർത്തേക്കുന്നതാണ്. പിന്നെ ഇത് ഇതുപോലെയുള്ള ബോർഡുകളുണ്ട്. ഇപ്പം ഈ ഒരു പെയിൻറ്റിങ്സ് ഇതാണ് ഗ്ലാസ് പെയിൻറ്റിങ്സിൻ്റെയും പിന്നെ ആ ഒരു ടവറിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മെൻഷൻ. ഇതൊക്കെ ടൂറിസ്റ്റേഴ്സ് നമുക്ക് വരുമ്പോഴേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് അവർ ഇത് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളിലായിട്ടുള്ളൂ. 1-2 ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു സാധനം അവർ സെറ്റ് ചെയ്തിട്ട്. ഇത് ഇവിടെ മാതാവിൻ്റെ ഒരു രൂപമാണ്. ഇവിടെ ആൾക്കാർക്ക് വേണ്ടി വന്നിരിക്കുന്ന പ്രാർത്ഥിക്കാനായിട്ട് മാതാവിൻ്റെ ഒരു രൂപം. ഇതിൻ്റെ താഴത്തെ കൊത്തുപണികളൊക്കെ നമ്മൾ കാണണം. അത് കാണുമ്പോഴാണ് നമുക്ക് എന്തുമാത്രം ഫിനിഷിംഗ് ഉണ്ട് അത് ചെയ്ത ഒരാളുടെ വർക്കിനെന്ന്. ഇതുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കത്തീഡ്രൽ തകർന്ന സമയങ്ങളിലുള്ള വിഷ്വൽസാണ്. പിന്നെ ഇത് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഓരോ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എത്ര വർഷത്തെ പഴക്കമുണ്ട്, എത്ര വർഷത്തെ ചരിത്രം പറയാൻ ബാക്കിയുണ്ട് ഈ ഒരു പള്ളിക്കെന്ന്, എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് തകർന്നു പോയ ഒന്നാണെന്ന്. പിന്നെയും മുന്നോട്ടുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാം. ഇത് മറ്റൊരു വാതിലാണ് കേട്ടോ. ഈ ഞാൻ പറഞ്ഞത് ലെഫ്റ്റും റൈറ്റ് ഇതുപോലൊരു വാതിലുണ്ട്, പക്ഷെ അതെപ്പോഴും ഓപ്പൺ ആകത്തില്ല. ചില സമയങ്ങളിൽ മാത്രമേ ഓപ്പൺ ആകത്തുള്ളൂ. ഇതൊക്കെ ഒരു പെയിൻറ്റിങ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ. പഴയ കാലത്തെ ഫോട്ടോസാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഉണ്ട് ഇതുപോലെ വന്ന്. ഇതാണ് ഈ ഒരു ടവർ. ഈ ഒരു ടവർ 2020 എന്തൊരു ഫയറിങ്ങാണ്ട് വന്ന് ചെറുതായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. കാരണം നമുക്ക് യൂട്യൂബിൽ അതിൻ്റെ ഒരു ന്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കത്തിയിട്ടുള്ള ഇങ്ങനെ ഇതൊക്കെ അല്ലാതെ ഈ ഫയറൊക്കെ പണ്ടുള്ള യുദ്ധങ്ങളിലൊക്കെ വരുമ്പോൾ തകർന്നു പോയ ഒരു ഇതാണ് കത്തീഡ്രലിൻ്റെ ഒരു പഴയ കാലത്തെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫോട്ടോ വെച്ചേക്കുന്നത്. ഇത് പഴയ ഇവിടെ നമുക്ക് ഈ വേണമെങ്കിൽ QR കോഡ് വെച്ച് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഫോം നമുക്ക് കാണാം. ഓക്കെ, ഇതിങ്ങനെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രിൻറ്റഡ് പെയിൻ്റ് ഒന്നും അല്ല, ഇതെല്ലാം വാട്ടർ കളറാണ് മുഴുവൻ. അതുകൊണ്ട് ഇത് നമ്മൾ കണ്ടു നോക്കുക. ഈ ഒരു ഗ്ലാസ്സിലുള്ള ഈ ഒരു ഗ്ലാസ് പ്രിൻറ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല രസമില്ല കാണാനായിട്ട്. ഞങ്ങൾ കൂടുതലും വരുമ്പം എപ്പോൾ വന്നാലും ഇതിൻ്റെയൊക്കെ ഓരോ ഫോട്ടോസ് എടുത്തിട്ട് പോകും. കാരണം അത്രയും ഒരു ഫിനിഷിംഗ് ഉണ്ട് അതിനകത്ത്. ആ ഒരു വർക്കിനെന്ന് പറയുന്നത് നല്ല രസമില്ല. കാരണം ഇതുപോലെ ഓരോ കഥകൾ പറയുന്നത് ഇപ്പോൾ ബൈബിളിലൊക്കെ ഒരുപാട് കഥകളുണ്ടല്ലോ. അപ്പം ഈ ക്രൂസിഫിക്കേഷനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരുപാട് കഥകൾ പറയുന്ന ഗ്ലാസ് പ്രിൻറ്റ്സ് ആണ് കൂടുതലും ഉള്ളത്. പിന്നെ ഈ വാട്ടർ പെയിൻറ്റ്സ് ആണെന്ന് പറഞ്ഞാലും നല്ല ഫിനിഷിംഗ് ഉണ്ട്. അതിൻ്റെയും ഒരുപാട് ഫോട്ടോസും ഹിസ്റ്ററീസും ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ കത്തീഡ്രലിനെ ഫുള്ളായിട്ടുള്ളൊരു തടിയിൽ തീർത്തൊരു ബിൽഡാണ്. അത് ഇവിടുത്തെ ഒരാൾ ചെയ്ത് കൊടുത്തതാണ്. ഇതാണ് ആ ഗ്ലാസ് പ്രിൻറ്റ്സിൻ്റെ എന്ത് കാര്യങ്ങളാണ് ഈ ഒരു ഗ്ലാസ്സിൽ അവർ മെൻഷൻ ചെയ്തേക്കുന്നത്. അതായത് ബൈബിളിലുള്ള കഥകൾ എന്തൊക്കെയാണെന്നാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. കണ്ടോ ഓരോ കല്ല്. ഇതാണ് അവിടുത്തെ ഒരു പില്ലർ എന്ന് പറയുന്നത്. എന്തുമാത്രം വലിപ്പമുണ്ടൊരു പില്ലറിന്. എനിക്ക് ജസ്റ്റ് ചുമ്മാ അവർ ആ പള്ളിയുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയേക്കുന്നതാണ്. ഇതാണ് ആ ഗ്ലാസിൻ്റെ അതായത് ഗ്ലാസ് പ്രിൻറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം അവർ നമുക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കാനായിട്ട് മെൻഷൻ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ സ്ട്രക്ചറും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിനി അടുത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെയും ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഷേപ്പിൽ ഫുള്ള് പള്ളിയുടെ എല്ലാ സൈഡുകളിലും അവരിതുപോലെ ചെയ്തിട്ടുണ്ട്. ഓരോ വിശുദ്ധന്മാരുടെയും ഓക്കെ പ്രതിമകളാണ്. അതുപോലെ ഇവിടെയുള്ള ഓരോ ഗ്ലാസ് പ്രിൻറ്റ്സ് നമ്മൾ ദൂരം നോക്കണം. അത്രയും നല്ല വർക്കാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ പള്ളിയുടെ ഹൈറ്റും. ഇനി നമുക്ക് ഫ്രണ്ടിലിടാം. ഇപ്പം നമ്മൾ ഏകദേശം തീരാറായി, അടുത്തെത്തി. ഇതും അതുപോലെയുള്ള സ്ഥലം തന്നെയാണ്. ഇത് ഔസേപ്പിതാവിൻ്റെ ഔസേപ്പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവർ വെച്ചിരിക്കുന്ന സ്പേസാണ്. ഇത് പിന്നെ ക്ലോസ് ആണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ഈ ചെറിയ ബുക്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. അത് എല്ലാ ദിവസവും കണ്ടില്ല, ഒന്നെങ്കിൽ സൺഡേ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എസ്പെഷ്യലി ഒരു മെയിൻ ദിവസങ്ങളിൽ മാത്രമേ. ഞാൻ സാധാരണ കഴിഞ്ഞ ലാസ്റ്റ് ക്രിസ്മസിനാണ് അത് കണ്ടത്. അങ്ങനെ വല്ലപ്പോഴും മാത്രമേ ആ ഒരു ഏരിയ തുറക്കാറുള്ളൂ. മിക്കപ്പോഴും അടച്ച് വെച്ചേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ടേൺ എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത സൈഡിലൂടെ നമുക്ക് യെസ് ഇതിവിടുത്തെ ഇത് ക്രിസ്മസിൻ്റെ ടൈമിൽ അവർ ഇങ്ങനൊരു മൂവ് പ്ലേസ് ചെയ്തിരുന്നു. ആ ഒരു ഇമേജ് അതിനകത്ത് കൊടുത്തിരുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ പെരുന്നാളിനൊക്കെ DJ ലൈറ്റ് നടത്തുന്നില്ല, അതുപോലെ ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു ചെറിയൊരു തുരങ്കം പോലെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടി മറന്നു. അതായത് ഈ പള്ളിയുടെ അടിയിൽ ഈ പള്ളിയുടെ സ്പേസ് എന്തുമാത്രം ഉണ്ടോ അത്രയും മാത്രം സ്പേസ് ഉണ്ട് ഇതിൻ്റെ അടിയിലോട്ടും. അത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം ഈ പണ്ട് കാലങ്ങളിൽ ഒരു സ്ഥലത്തിന് ടാക്സ് ഒക്കെ പിരിച്ചിരുന്നതും അത് സൂക്ഷിച്ചിരുന്ന കാര്യങ്ങളും ഇപ്പോൾ യുദ്ധങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ സേഫായിട്ടിരിക്കാനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പള്ളികളാണ്. അപ്പം അങ്ങനെയായിട്ട് അതിൻ്റെ അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് സ്പേസ് കൊണ്ടുണ്ട്. പക്ഷെ ഇപ്പം റൂവനിലെ ആ ഒരു സ്പേസ് എന്ന് പറയുമ്പോഴേക്കും അതെല്ലാം റെഡി സെറ്റ് ചെയ്തിട്ട്
നമുക്കൊരു കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ ആയിട്ടാണ് ഇത് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. കാരണം അത് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലൊരു ബോർഡുണ്ട്. അപ്പോൾ ആ ബോർഡിൽ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു സൈഡാണ്. ഇവിടെ ക്രൂസിഫിക്കേഷൻ്റെ ഒരു ഇമേജാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പോവാം. ഇതും ഓരോ വിശുദ്ധന്മാരുടെ ഓരോ സ്പേസുകളാണ്. അതുകൊണ്ട് ഓരോ പ്രിൻ്റുകൾ നമ്മൾ കാണണം, എന്തുമാത്രം ഫിനിഷിംഗ് ഉണ്ട് എന്നുള്ളത്. എല്ലാം മെയിൻലി ക്രിസ്ത്യാനിറ്റി ബേസ് ചെയ്തിട്ടുള്ളതിലാണ്. ഇവിടെ ഒരു മാതാവിൻ്റെ ഒരു ഇമേജ് ഉണ്ട്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ മേടിച്ചതൊന്നും അല്ല, എല്ലാം തന്നെ നമ്മൾ കല്ലിൽ കുത്തി ഫിനിഷിങ്ങിൽ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് അതുപോലെ ഗ്ലാസ് പ്രിൻസും കാര്യങ്ങളും എന്തുമാത്രം ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ എന്തുമാത്രം ഭംഗിയുണ്ടെന്ന് കൃത്യമായിട്ട് കണ്ടു നോക്കിയാൽ. ഞങ്ങളൊക്കെ സ്ഥിരം വരുമ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകും. അത് ഓരോ ഗ്ലാസ് പ്രിൻറ്റിൻ്റെയും എല്ലാം ഇതുപോലെ ക്രൂസിഫിക്കേഷനും ഇല്ലെങ്കിൽ നമുക്കറിയാലോ ഓരോ ബൈബിൾ കഥാപാത്രങ്ങളാണ് മുഴുവൻ ഗ്ലാസ് പ്രിൻസിലെല്ലാം കൂടുതലുള്ളത്. അപ്പം അതിങ്ങനെ ഒരു പ്രിൻ്റായിട്ട് കാണുമ്പോഴേക്കും നമുക്ക് നല്ല ഭംഗിയാണ്. അപ്പം ഇതൊരു ഓക്കെ അതെ, എസ്പെഷ്യലി കറക്റ്റായിട്ട് ക്രൂസിഫിക്കേഷൻ്റെ അതേ ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലോട്ട് ഫുൾ ആംഗിളിൽ അവർ ഫുൾ ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. പിന്നെയും നമുക്ക് ഒരു തവണയും കൂടെ കാണാനായിട്ട്. ഇതൊക്കെ വാട്ടർ കളർ നേരത്തെ തന്നെ പണ്ട് വരച്ചിരുന്ന ഇമേജുകളാണ്. അപ്പം അങ്ങനെ പണ്ട് വരച്ചിരുന്ന അവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഫ്രെയിം ചെയ്ത് കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഓരോ ഗ്ലാസ് പ്രിൻസും. ഇത് മാതാവിന് മിഖായേൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഇമേജാണ്. ഒക്കെ വാട്ടർ കളർ തന്നെയാണ്, വാട്ടർ പെയിൻ്റ് ആണത്. ഇപ്പം നമ്മൾ വീണ്ടും ഏറ്റവും ഫ്രണ്ടിലായിട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. ഇതും അതുപോലെ തന്നെയാണ്. ഇതൊരു മാതാവിൻ്റെ ഒരു രൂപമാണ്. ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് നേരത്തെ പണിതായിരിക്കില്ല. പണിത് തന്നെയാണ്, പക്ഷേ അത്രയും വർഷം പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. പുതിയൊരെണ്ണം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, പഴയ ഏറ്റവും ടോപ്പാണ്. ഏറ്റവും ടോപ്പിലേക്കുള്ളൊരു ഓരോ സൈഡിലും ഇതുള്ള ഓരോ കർവുകളുണ്ട്. അതാണ് ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ ഈ ഒരു പള്ളി പണിയാൻ എന്ത് വർഷം എടുത്ത്, എത്ര സമയം എടുത്ത് കാണും. അത് പിന്നെയും തകർന്നിട്ട് അത് പിന്നെയും പണിയാനായിട്ട് എത്ര വർഷം എടുത്തിട്ടുണ്ടാവും. എത്രമാത്രം ആൾക്കാർ അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എത്ര പേരുടെ ജീവൻ പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഓരോ ബിൽഡും അവർ ചെയ്തെടുക്കുന്നത്. അതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയത്. ഇതൊക്കെ ഒരു കൺഫെഷൻ ഏരിയ ആണ്. നമുക്കറിയാം കുമ്പസാരം അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണത്. അവിടെയും നമുക്കൊരു കൺഫെഷൻ്റെ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പിന്നെയും അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് എത്തി അൽത്താരയുടെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഉള്ള വ്യൂ. അൽത്താര ഒരു മെയിൻ സംഭവം തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഈ ഗോൾഡൻ പ്ലേറ്റുള്ള അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ആ ഗോൾഡൻ പ്ലേറ്റുള്ള ആ ടേബിളിൽ കൃത്യത കൊത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ലാസ്റ്റ് സപ്പർ ഉണ്ടല്ലോ, അപ്പം അന്ത്യത്താഴവേളയുടെ ആ ഒരു ഇമേജാണ് അതിൽ കൊത്തി വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഇതാണ് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കുള്ളൊരു വ്യൂ. നമുക്ക് ഏറ്റവും ടോപ്പ് ഒന്ന് കാണാം, അപ്പോൾ മനസ്സിലാവില്ല ഇതിൻ്റെ ഹൈറ്റ് എത്രമാത്രം ഉണ്ടെന്നുള്ളൊരു കാര്യം. അവിടെ നിന്ന് എങ്ങാനും ഒന്ന് താഴെ പോയാൽ പൊടി പോലും പിന്നെ കിട്ടില്ല. യെസ്, അങ്ങനെ ഗായ്സ് നമ്മുടെ ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.